simple portion another. Home is the best. Listen. Our house protects us from rain, storm, snow, heat and cold. Our house may be big or small. It may be a hut or a bungalow or a flat in a multi-story building. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, നമ്മുടെ വീട് എന്താണ്, പ്രൊട്ടക്ട് us from rain, cold, wind, storm, snow ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ വീടാണ്. Our home. And our house may be big or small. That's not a matter. നമ്മുടെ വീട് എന്തായിരിക്കാം? ചെറുതായിരിക്കാം, വലുതായിരിക്കാം. അതെന്താണ്? വലിയ കാര്യമല്ല അല്ലെ. ചില ആളുകൾക്ക് വലിയ വീടുണ്ടാകാം, ചെറിയ വീടുകളായിരിക്കാം. എന്താണ്? ഒരു ഹട്ട് അല്ലെങ്കിൽ ഒരു ബംഗ്ലാവ് അല്ലെങ്കിൽ എന്താണ്, ഒരു ഫ്ലാറ്റ് ആൻഡ് അപ്പാർട്ട്മെന്റ്സിന്റെ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ്, ഒരുപാട് നിലകളുള്ള കെട്ടിടത്തിലെ ഒരു ഫ്ലാറ്റോ അപ്പാർട്ട്മെന്റോ ആയിരിക്കാം. പക്ഷെ എന്താണ്, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നമുക്ക് എല്ലാവർക്കും എന്താണ്, വീടുണ്ട് അല്ലെ. വി ഓൾ ലിവ്സ് ഇൻ എ ഹൗസ് എന്നാണ് പറയുന്നത്. Then a good house. Many things are needed to make a good house, and our house may be comfortable, safe and suitable for living. What are the main things to make needed to make a house? What are the main things to make a good house? Toshin, what are the things needed to make a house? Close your textbook. Close your textbook and say the answer. What are the things needed to make a good house? We studied in our last class about a good house. What is a good house? എന്താണ് ഒരു നല്ല വീട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. ഒരു വീട് ഏറ്റവും നല്ല വീടാകണമെങ്കിൽ എന്ത് വേണം? കുറെ കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? അറിയില്ല. വായിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വായിക്കുക എന്നല്ല, ജസ്റ്റ് എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് ജെവിൻ? എന്തെങ്കിലും അറിയോ ജെവിൻ? അറിയോ? Close your textbook. ജെവിൻ പഠിച്ചിട്ടില്ല. പഠിക്കണം എന്ന് നിങ്ങളോട് ഒരു ക്ലാസ്സിൽ നിർബന്ധമായി പറയണം. നാളെ പഠിക്കണം, നാളെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന്. അങ്ങനെ മാത്രമേ പഠിച്ചുകൂടുന്നുണ്ടോ? എല്ലാ ദിവസവും വായിക്കുക എന്ന് പറയുന്നത് എന്തിനാണ്? ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എങ്കിലും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കരുതിയാണ്. Okay, listen here. Main things are needed to make a good house. Listen. Many things are needed to make a house comfortable, safe and suitable for living. We all have a house. Our home. It must be comfortable, safe and suitable for living. നമുക്ക് വെറുതെ വീടുണ്ടായാൽ മാത്രം മതിയോ? പോരാ. നമുക്ക് താമസിക്കാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വീടായിരിക്കണം അല്ലെ. വെറുതെ വീടുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. താമസിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഇവിടെ വേണം, നമ്മുടെ ഹോമില് വേണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്. എഡ്വിൻ, ആ ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു എഡ്വിൻ. A good house. Many things are needed to make a house. Comfortable, safe, and suitable for living. Sunlight kills germs, so there should be enough windows and ventilators in a house. The floors of the kitchen. Enough, Edwin. എന്താണ് ഫസ്റ്റ് പോയിന്റ്? എന്താണ് പറയുന്നത് എഡ്വിൻ? വാട്ട്സ് മീനിങ് ഓഫ് ദ ഫസ്റ്റ് പോയിന്റ്? എന്താണത്? ഒരു വീട് കംഫർട്ടബിളും സേഫും സൂട്ടബിളും ആയിരിക്കണം. Okay, then first point, sunlight kills germs എന്നുള്ള പോയിന്റ് എന്താണ് പറയുന്നത്? എന്താണ് അതിന്റെ മീനിങ്? സൂര്യപ്രകാശം ജേംസിനെ കൊല്ലും. Okay, then അത് കൂടാതെ എന്താണ് എഡ്വിൻ അതിന് ബാക്കി എന്താണ്? So there should be enough windows and ventilators in the house.
അതുകൊണ്ട് വീട്ടിൽ എന്തായാലും വിൻഡോസും വെന്റിലേറ്റേഴ്സും വേണം. ഓക്കെ റൈറ്റ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് മീനിങ്. എന്താണ്? സൺലൈറ്റ് gives germs. So a house can be enough windows and ventilators. ഒരു വീടിന് എന്ത് വേണം? ആവശ്യമുള്ള ജനലുകളും വെന്റിലേറ്റേഴ്സും വേണം. അതുവഴി എന്ത് വരും? സൂര്യപ്രകാശം വീടിന്റെ അകത്തേക്ക് വരും അല്ലെ? അങ്ങനെ അവിടെയുള്ള ജേംസിനൊക്കെ കില്ല് ചെയ്യാനുള്ള ഒരു പവർ എന്തിനുണ്ട്? സൺലൈറ്റിനുണ്ട്. അതുകൊണ്ടാണ് വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള വെന്റിലേറ്റേഴ്സ് വേണം എന്ന് പറയുന്നത്. സൂര്യപ്രകാശം വരുന്നതിന് മാത്രമല്ല, നമുക്കും എന്താണ് കംഫർട്ടബിൾ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ ഒക്കെ എന്ത് വേണം? വിൻഡോസ് വേണം അല്ലെ? എയർ അകത്തേക്ക് വരാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാകണം അല്ലെ? നിദ ഫാത്തിമ, ലിസൺ ഹിയർ. ഓക്കെ. ദെൻ എന്താണ്? നമുക്കിപ്പോ ജനലുകളൊന്നും ഇല്ലാത്ത ഒരു വീടിന്റെ അകത്ത് പോയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ശ്വാസം മുട്ടും അല്ലെ? അങ്ങനെയുള്ള ഒരു റൂമിൽ നമ്മൾ അടച്ചിടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ശ്വാസം മുട്ടും അല്ലെ? ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ? നോ, പറ്റില്ല. സോ അതുകൊണ്ടാണ് ആവശ്യത്തിനുള്ള വെന്റിലേറ്റേഴ്സും ഒക്കെ വേണം എന്ന് പറയുന്നത്. ദെൻ പെട്ടെന്ന് പറഞ്ഞു പോവാം, നമുക്ക് ഇന്നത് കംപ്ലീറ്റ് ചെയ്യണം. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണല്ലോ. Then the floors of the kitchen and bathroom should be sloping. This allows water to flow out easily. എന്താണ്? ബാത്റൂമിലെയും കിച്ചണിലെയും ഫ്ലോറിലെ എന്താണ്? ചെറിയൊരു സ്ലോപ്പിംഗ് ഉണ്ടാവണം. എന്തിനാണ്? അതിനകത്ത് വീഴുന്ന വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഫെസിലിറ്റിക്ക് വേണ്ടിയാണ് ചെറിയൊരു സ്ലോപ്പ് എന്താണ്? ചെരിവ്. ഒരു ചെരിവ് വേണമെന്ന് പറയുന്നത്. The next, doors and windows should have wire netting to keep away flies and mosquitoes. ജനലുകൾക്കും വാതിലുകൾക്കും എന്ത് വേണം? ഒരു വയർ നെറ്റിംഗ് വേണം അല്ലെ? മോസ്കിറ്റോവും ഫ്ലൈയും ഒന്നും അകത്ത് കിടക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം വേണം. നമ്മൾ എന്താണ്? ജനലുകൾക്ക് ഡോറുകൾ ഉണ്ട് ആൻഡ് നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മുടെ ഫ്ലൈസും മോസ്കിറ്റോസും, ഈച്ചയും കൊതുകും പ്രാണികളും ഇൻസെക്ട്സും ഒക്കെ അകത്ത് കയറാത്ത രീതിയിലുള്ള സേഫ് ആയിട്ടുള്ള ഒരു ജനലുകളും വാതിലുകളും ഉണ്ടാകണം എന്നാണ് പറയുന്നത്. There should be some open space like a veranda or a courtyard. This lets you enjoy fresh air. Children also enjoy playing here. എന്നാണ് പറയുന്നത്. എന്താണ്? വീടിന് ഒരു വരാന്തയോ കോർട്ട്യാർഡോ ഒക്കെ വേണം അല്ലെ? എന്തിനാണ്? നമുക്ക് അവിടെ ഇരുന്ന് ഫ്രഷ് എയർ ഒക്കെ എൻജോയ് ചെയ്ത് കുറച്ചു നേരം ഇരിക്കാൻ വേണ്ടിയാണ് അല്ലെ? നിങ്ങളിപ്പോ ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈം ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ റൂമിന്റെ അകത്ത് ഇങ്ങനെ അടച്ചിരിക്കുന്നതിനേക്കാൾ പുറത്തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റിഫ്രഷ് ആയിട്ട് തോന്നും അല്ലെ? ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ എന്താണ്? റേഞ്ചിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് നല്ല റേഞ്ചുള്ള സ്ഥലത്താണ് ഇരിക്കാറ് അല്ലെ? നല്ല റേഞ്ചുള്ള സ്ഥലം നോക്കി ഇരിക്കും. പക്ഷെ എന്താണ്? നമ്മളൊരു റൂമിന്റെ അകത്ത് അടച്ചിരിക്കുന്നതിനേക്കാൾ എപ്പോഴും നമ്മളൊരു ഓപ്പൺ സ്പേസിൽ ഇരിക്കുന്നതാണ് നമ്മൾ കൂടുതൽ റിഫ്രഷ് ആവുന്നത് പോലെ തോന്നുക. ബെനീറ്റ എവിടെ പോയി മോളെ? ബെനീറ്റ എന്താണ് മോളെ വീഡിയോ ഓൺ ചെയ്ത്? ദെൻ നമ്മുടെ വീടിന്റെ വരാന്തയും കോർട്ട്യാർഡും ഒക്കെ എന്തിനാണ്? പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ വരാന്ത നല്ലതാണ് അല്ലെ? നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ കളിക്കുമ്പോഴെന്താണ്? എപ്പോഴും റൂമിന്റെ അകത്ത് കൂട്ടിയിട്ടിട്ടാണോ കളിക്കാറ്? അല്ല. നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാം, നമ്മളൊക്കെ ഇരിക്കുമ്പോൾ കൂടെ അവര് വരാന്തയിൽ ഇരുന്ന് കളിക്കാറൊക്കെ ഉണ്ട്. അവർക്ക് അതായിരിക്കും ചിലപ്പോൾ ഇഷ്ടം അല്ലെ? പിന്നെ വഴിയെ കൂടെ പോകുന്ന ആളുകളൊക്കെ കാണുകയൊക്കെ ചെയ്യാം. ആരൊക്കെയാണ് റോഡിലെ കൂടെ പോകുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നതൊക്കെ നമുക്ക് കാണാലോ. അത് നമുക്ക് ഇഷ്ടമാണ് അല്ലേ? അങ്ങനെ എപ്പോഴും റൂമിന്റെ അകത്ത് ഇരിക്കാനാണോ ഇഷ്ടം? അല്ല. സിറ്റ് ഔട്ടിലും വരാന്തയിലും ഒക്കെ ഇരുന്നാല് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം അല്ലെ? Then a carefully built house should have a good drainage system to carry dirty water away from the house. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ? എന്താണ്? ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം വേണം. ഡ്രെയിനേജ് സിസ്റ്റം എന്താണ് അല്ലെ? നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് വാട്ടർ ഒക്കെ പുറത്തു പോകുന്നത് അല്ലെ? ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഓക്കെ. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് വെള്ളം ഒരുപാട് ഉണ്ടാവും അല്ലെ? വാഷ് ബേസിന്റെ അവിടുന്ന് പോകുന്നത് എന്താണ്? വേസ്റ്റ് വാട്ടർ ആണ്. ടോയ്ലറ്റിൽ നിന്ന് നമ്മൾ കുളിക്കുമ്പോഴും ഒക്കെ പോകുന്നത് വേസ്റ്റ് വാട്ടർ ആണ്. അലക്കുമ്പോഴും ഒക്കെ പോകുന്ന നമ്മുടെ ഈ വേസ്റ്റ് വാട്ടർ പോകാനുള്ള ഒരു നല്ല ഡ്രെയിനേജ് സിസ്റ്റം വേണം. അത് ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട് അല്ലെ? A carefully built house should have a drainage system എന്നല്ല, should have a good drainage system. അതെന്തിനാണ് ഗുഡ് എന്ന് അവിടെ കുറച്ചുകൂടെ ഉറപ്പിച്ച് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഡ്രെയിനേജ് സിസ്റ്റം എപ്പോഴും എന്തായിരിക്കണം? നല്ലതായിരിക്കണം. ഇല്ലെങ്കിൽ എന്താണ്? അൺകവേർഡ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാവുന്ന, വെള്ളം കെട്ടിക്കിടക്കുന്ന ഡ്രെയിനേജ് സിസ്റ്റത്തിൽ എന്തുണ്ടാവും? മോസ്കിറ്റോസും ഫ്ലൈസും ഒക്കെ പെരുകും അല്ലെ? മുട്ടയിട്ട് പെരുകും. അത് എന്താണ്? അസുഖങ്ങൾ പരത്തുന്നതിന് കാരണമാണ്. അതുകൊണ്ടാണ്
നല്ല ഡ്രെയിനേജ് സിസ്റ്റം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഒരു ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം. ഷാമ വി ലിസൺ ഹിയർ. ഷാമ എവിടെയാണ് നോക്കുന്നത്? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. എന്താണ് പറയുന്നത്? ഒരു ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ആൻഡ് പിന്നെ മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ അൺകവേർഡ് ഡ്രെയിൻസ് ആൻഡ് ഡർട്ടി വാട്ടർ ആൻഡ് സ്പ്രെഡ് ഡിസീസസ്. ഹെൻസ് കിച്ചൺ ആൻഡ് ബാത്റൂം ഡ്രെയിൻ ഷുഡ് ബി പ്രോപ്പർലി കവേർഡ്. എന്താണ്? കിച്ചണിലെയും ബാത്റൂമിലും നമ്മൾ പറഞ്ഞു അല്ലെ, അവിടെ നിന്നൊക്കെ പോകുന്നത് വേസ്റ്റ് വാട്ടർ ആണ്. സോ ആ വേസ്റ്റ് വാട്ടർ പോകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നല്ല ഡ്രെയിനേജ് സിസ്റ്റം വേണം. തുറന്നു വെച്ചിട്ടുള്ള ചില ആൾക്കാർ വേസ്റ്റിന് കുഴിയൊക്കെ എടുത്തിട്ട് വേസ്റ്റ് വാട്ടർ പോകാനുള്ള കുഴി ചിലപ്പോൾ ചില വീടുകളിൽ കാണാൻ പറ്റും. വീടിന്റെ ബാക്ക് സൈഡിലൊക്കെ കുഴിയെടുക്കും, വേസ്റ്റ് വെള്ളം അതിൻ്റെ അകത്തേക്ക് പോകാം. എന്നിട്ട് അതെന്ത് ചെയ്യില്ല? കവർ ചെയ്ത് വെക്കില്ല, തുറന്ന് തന്നെ വെക്കും. അതിൻ്റെ അകത്ത് ആ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ കൂടുതൽ മോസ്കിറ്റോസ് അതിൽ ബ്രീഡ് ചെയ്യും, പെറ്റ് അതിൽ കൊതുകുകൾ പെരുകും. അതുകൊണ്ട് ബാത്റൂമിന്റെയും കിച്ചൺ അത് നമുക്ക് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകും. അതുകൊണ്ടാണ് ബാത്റൂമിലെയും കിച്ചണിലെയും എന്ത് ബാത്റൂമിലെയും കിച്ചണിലെയും ഡ്രെയിനേജ് സിസ്റ്റം എന്ത് ചെയ്യണം? നന്നായിട്ട് കവർ ചെയ്യണം എന്ന് പറയുന്നത്. ക്ലിയർ? Then നമ്മളിപ്പോൾ പഠിച്ചു എ ഗുഡ് ഹൗസ്. Then we are going to discuss about a clean house. ഒരു നല്ല വീട് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള വീട് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഷമ ആ പോയിന്റ് ഒന്ന് വായിച്ചേ. ഫസ്റ്റ് പോയിന്റ്. അൺമ്യൂട്ട് ചെയ്തേ മോളെ, അൺമ്യൂട്ട്. ഷാമാവി അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് പിന്നെ അൺമ്യൂട്ട് ആകാത്ത ഒരു പ്രോബ്ലം എന്താണ്? നിദ ഫാത്തിമ, നിദ ആ പോയിന്റ് ഒന്ന് വായിച്ചു മോളെ. ഷാമ എന്താണ് പിന്നെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം? റേഞ്ച് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ, ഇപ്പൊ ഓക്കെ ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടല്ലോ. നിദ ആ പോയിന്റ് ഒന്ന് വായിച്ചേ. നിദ കേൾക്കുന്നില്ലല്ലോ. നിദ നിദ അൺമ്യൂട്ട് ആണ്, പക്ഷെ വായിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ജുവൽ ആൻഡ് ജോമൽ, ഇതെന്താണ് വീഡിയോ ഓഫ് ചെയ്തിട്ടുള്ളത്? ബെനീറ്റ, ഏഞ്ചൽ ആ പോയിന്റ് ഒന്ന് വായിച്ചു മോളെ. എ ക്ലീൻ ഹൗസ്, ഫസ്റ്റ് പോയിന്റ്. Curtains protect use from burst and to mass sunlight. They must be washed regularly. Okay. Every house, big or small, we already says that. എല്ലാ വീടുകളിലും ചെറുതായിരിക്കാം വലുതായിരിക്കാം അല്ലെ. വീട് എങ്ങനെയുള്ളതാണ്? വലിയ വീടാണോ ചെറിയ വീടാണോ എന്നുള്ളതല്ല, should be kept clean. എങ്ങനെയുള്ള വീടുകളായാലും എന്ത് ചെയ്യണം? നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് പോയിന്റ്. Curtains protect us from dust and too much sunlight. They must be washed regularly. വീടുകൾക്ക് കർട്ടൻ ഉണ്ടാവും അല്ലേ? കർട്ടൻ എന്ത് ചെയ്യാം? പ്രൊട്ടക്ട് us from dust and too much sunlight. വീടിന്റെ അകത്തേക്ക് പൊടികൾ വരുമ്പോൾ അല്ലെ, ജനലുകളുടെയും വാതിലുകളുടെയും അതിലെ കൂടെയൊക്കെയാണ് കൂടുതലായിട്ടും ഡസ്റ്റ് വരാറ്, പൊടികള് വരാറ്. അപ്പോ എന്ത് ചെയ്യണം? ഈ പൊടികള് വീടിന്റെ അകത്തേക്ക് കയറുന്നത് കൂടുതലായിട്ടും കർട്ടൻ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. കർട്ടൻ ഉണ്ടെങ്കിൽ എന്താണ്? വരുന്ന പൊടികളൊക്കെ എപ്പോഴും കർട്ടനിൽ തങ്ങി അവിടെ നിൽക്കും അല്ലെ. ദെൻ കൂടുതൽ സൂര്യപ്രകാശം വീടിന്റെ അകത്തേക്ക് വരുന്നതും എന്ത്? നമ്മുടെ കർട്ടൻ പ്രിവെന്റ് ചെയ്ത് വെക്കും അല്ലെ. അധികം സൺലൈറ്റ് നമ്മുടെ അകത്തേക്ക്, ഇപ്പൊ നമ്മൾ ഒരു റൂമിൽ ഇരിക്കുകയാണ്, വിൻഡോസിന്റെ അകത്ത് കൂടി വല്ലാതെ സൂര്യപ്രകാശം നമ്മുടെ ദേഹത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കർട്ടൻ നീക്കി വെച്ചു കൊടുക്കും അല്ലെ. അപ്പൊ എന്താണ്? കുറച്ച് മാത്രമേ അകത്തേക്ക് റിഫ്ലക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഒരുപാട് പൊടിയും അധികം സൂര്യപ്രകാശവും ഒക്കെ വീടിന്റെ അകത്തേക്ക് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ കർട്ടന് പറ്റും.
അപ്പൊ നമ്മുടെ വീടിന്റെ കർട്ടനുകൾ നമ്മൾ എപ്പോഴും പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം, അഴിച്ചെടുത്ത് അലക്കി വൃത്തിയാക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ എന്താണ് വർഷത്തിൽ ഒരിക്കലൊന്നും കർട്ടൻ ഊരി നനച്ചാൽ പോരാ, നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് എന്ത് ചെയ്യണം, വാഷ് ചെയ്ത് വൃത്തിയാക്കണം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും കർട്ടൻ അല്ലേ, അതിനെങ്ങനെയാണ് അഴുക്കുണ്ടാവുക എന്ന് ചിന്തിക്കാറുണ്ട് അല്ലേ. ചില ആൾക്കാര് വിചാരിക്കാറുണ്ട് അങ്ങനെ. ഏതെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രമാണ് ഈ കർട്ടനും അങ്ങനത്തെ ഐറ്റം ഒക്കെ നമ്മൾ ഊരിയിട്ട് വാഷ് ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്താൽ പോരാ, എപ്പോഴും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, കർട്ടൻ ഒക്കെ റെഗുലർ ആയിട്ട് വാഷ് ചെയ്യുക എന്നാണ് പറയുന്നത്. ശ്യാമ വി എവിടെയാ ശ്രദ്ധിക്കുന്നത്? ശ്യാമ സംസാരിക്കാനാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യാ, ലെഫ്റ്റ് അടിച്ചിട്ട് പോവാം. ഓക്കെ, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ശ്യാമ കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? പിന്നെ എന്താണ് അവിടെ സംസാരിക്കുന്നത്? ആർക്ക് വേണ്ടിയാ പറയുന്നേ? സംസാരിക്കരുതെന്ന് പറയുമ്പോ പിന്നെയും സംസാരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. ഒന്നാമത് ഷമ്മയ്ക്ക് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്, പലപ്പോഴും മാത്രമാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാറ് അല്ലേ. ദെൻ ആ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് പറയുന്നത്, ആരെങ്കിലും ശ്രദ്ധിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാർക്ക് വേണ്ടിയല്ല. നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്, ആർക്കും ഒരു സ്പെഷ്യാലിറ്റി ഇല്ല ഇവിടെ. ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടിയല്ല പറയുന്നത്. ക്ലാസ്സിൽ എത്ര പേരുണ്ടോ അവർക്ക് മുഴുവൻ പേർക്കും വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. വായിൽ നിന്ന് കൈയെടുത്തേ. ലിസൺ ഹിയർ. ഇവിടെ ശ്രദ്ധിക്കുക. 40 മിനിറ്റ് ആണ് ക്ലാസ് ഉള്ളത്, ഓൺലി 40 മിനിറ്റ്സ്. ആ സമയമെങ്കിലും ഇവിടെ ശ്രദ്ധിക്കുക. ബാക്കി കുട്ടികൾ കുറച്ചു പേര് ശ്രദ്ധിക്കുന്നു, കുറച്ചു പേര് ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്, എല്ലാവർക്കും വേണ്ടിയാണ്. നിങ്ങളുടെ ടൈമാണ് പോകുന്നത്, ഞങ്ങളുടെ അല്ല. ലിസൺ. അൺമ്യൂട്ട് ചെയ്ത ഷമ്മ. ഷമ്മ അൺമ്യൂട്ട് ചെയ്തേ. Listen here. And second point, the floor should be swept and mopped every day. എന്ത് ചെയ്യണം? തറ, വീടിന്റെ നിലം അല്ലേ, വീടിന്റെ അകത്ത് എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കണം എന്നുള്ളതാണ്. എവറി ഫ്ലോർ ഷുഡ് ബി സ്വെപ്റ്റ് ആൻഡ് മോപ്ഡ് എവറി ഡേ. എന്ത് ചെയ്യുക, എല്ലാ ദിവസവും അടിച്ചു വാരുകയും നന്നായിട്ട് തുടച്ചു വൃത്തിയാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. നമ്മുടെ വീടിന്റെ അകം നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട് അല്ലെ, എപ്പോഴും അടിച്ചു വാരി തുടച്ച് നീറ്റാക്കി വെക്കണം എന്നുള്ള കാര്യം. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചുള്ള ബെനീറ്റ. Wash basins and bathrooms must be washed and cleaned daily. They must be kept dry. Okay. എന്താണ്? വാഷ് ബേസിൻസ് ആൻഡ് ബാത്റൂംസ് മസ്റ്റ് ബി വാഷ്ഡ് ആൻഡ് ക്ലീൻഡ് ഡെയിലി. ദെൻ ദേ മസ്റ്റ് ബി കെപ്റ്റ് ഡ്രൈ. എപ്പോഴും എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ വെള്ളം എപ്പോഴും നിൽക്കുന്ന സ്ഥലമാണല്ലേ നമ്മുടെ ബാത്റൂമും വാഷ് ബേസിനും. അത് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും വൃത്തിയാക്കണം എന്നാണ്, എപ്പോഴും കഴുകണം. നമ്മൾ ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴാണ് ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാറ്. 2-3 ദിവസം കൂടുമ്പോൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും. ദെൻ അങ്ങനെ ചെയ്യരുത്, എല്ലാ ദിവസവും നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് വാഷ് ബേസിൻ ടോയ്ലറ്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ട സ്ഥലമാണ് ഇവിടെ നമ്മുടെ വാഷ് ബേസിൻ. രണ്ട് സ്ഥലത്തും എപ്പോഴും വെള്ളം ഉണ്ടാവും അല്ലേ. നമുക്കറിയാം, നമ്മൾ ചെറിയ കാര്യങ്ങൾക്കെങ്കിലും എപ്പോഴും കൈ കഴുകാനും മുഖം കഴുകാനും ഒക്കെ എവിടെയാണ്, വാഷ് ബേസിന്റെ അകത്ത് പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പൊ അവിടെ എപ്പോഴും എന്താണ്, ജസ്റ്റ് സെക്കൻഡ് മക്കളെ.
Then wash basins and bathrooms must be washed and cleaned daily. They must be kept dry. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും വാഷ് ബേസിനും ടോയ്ലറ്റും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കണം എന്നാണ് പറയുന്നത്. അത് അവിടെ എന്താണ്, വെള്ളം കെട്ടിക്കിടക്കാൻ നമ്മൾ എപ്പോഴും അനുവദിക്കാൻ പാടില്ല. അത് കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ വെക്കണം എപ്പോഴും, അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ, നമുക്കറിയാം ബാത്റൂമിലാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടെ പോയിക്കൊണ്ടിരിക്കും, വാഷ് ബേസിന്റെ അടുത്താണെങ്കിലും നമ്മളെപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താണ്, അത് കുറച്ച് വൃത്തിയാക്കിയിട്ട് അതിന് ഉണങ്ങാനുള്ള ഒരു ടൈം ഉണ്ടാവണം. അല്ല എപ്പോഴും നനഞ്ഞ സ്ഥലങ്ങളിൽ എന്താണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ജേംസ് ഒക്കെ, അണുക്കളൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കഴുകിയൊക്കെ വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ്. ദെൻ നമുക്കറിയാം ടോയ്ലറ്റിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും തോറും എന്താണ്, സ്ലിപ്പ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അത് കുറച്ച് ഡ്രൈ ആവുകയാണെങ്കിൽ അതിലുള്ള അഴുക്കുകൾ, അല്ലെ, ചെളിയൊക്കെ ചിലപ്പോൾ ടോയ്ലറ്റിൽ ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് സ്ലിപ്പ് ആവുക. പക്ഷെ നമ്മളത് ഉണക്കി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ല. നമ്മൾ ഈ സ്ലിപ്പ് ആവാനുള്ള ടെൻഡൻസി ഒക്കെ കുറയും എന്നുള്ളതാണ്. ദെൻ garbage must be thrown in a proper dumping place and not on the road. എന്താണ് ഗാർബേജ്? നമ്മുടെ വേസ്റ്റ്, അല്ലെ, വീട്ടിലുള്ള വേസ്റ്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡംപിംഗ് പ്ലേസിൽ തന്നെ ഡംപ് ചെയ്യണം. വേസ്റ്റ് നിക്ഷേപിക്കുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, വേസ്റ്റ് കൊണ്ട് ഇടാൻ വേണ്ടി പാടുള്ളൂ എന്നാണ്. അത് റോഡിലും വഴിയിലും ഒന്നും വലിച്ചിടാൻ വേണ്ടി പാടില്ല. നമ്മുടെ വീടുകളിൽ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും, അല്ലെ, ഫുഡിന്റെ വേസ്റ്റ്, പേപ്പർ, പ്ലാസ്റ്റിക്, അങ്ങനെ ഒരുപാട് വേസ്റ്റ് എപ്പോഴും നമ്മുടെ വീട്ടിൽ. നമുക്കറിയാം, നമ്മൾ എല്ലാവരും എന്താണ് എപ്പോഴും ടൗണിലൊക്കെ പോയിട്ട് വരുമ്പോൾ എല്ലാവരും എന്തെങ്കിലും സാധനങ്ങൾ ദിവസവും കൊണ്ടുവരും, അല്ലെ. അപ്പൊ അതിന്റെ കവറ് അല്ലെങ്കിൽ ഫുഡ്, നിങ്ങളുടെ ചോക്ലേറ്റിന്റെ കവർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരു ദിവസം തന്നെ ഒരു വീട്ടിൽ വേസ്റ്റ് ഐറ്റം ആയിട്ട് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഡംപ് ചെയ്യുമ്പോൾ നമ്മൾ ഈ റോഡിലും അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യാൻ വേണ്ടി പാടില്ല. ചില ആളുകളുണ്ട്, അല്ലെ, കവറിൽ കെട്ടിയിട്ട് എവിടെയെങ്കിലും റോഡ് സൈഡിലോ അങ്ങനെയൊക്കെ ഇടുന്നത്. നമ്മൾക്ക് അറിയാം, നമ്മൾ കൂടുതൽ ടൗൺ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, അല്ലെ, ചാക്കിലൊക്കെ കൊണ്ടുവന്ന് വേസ്റ്റ് റോഡ് സൈഡിലൊക്കെ ഡംപ് ചെയ്തിട്ട് ആൾക്കാർ പോവാറുണ്ട്. ദെൻ അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. എപ്പോഴും വേസ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡംപിംഗ് പ്ലേസിൽ തന്നെ നമ്മൾ ഇടണം. വീട്ടിലാണെങ്കിലും എന്താണ്, ഇപ്പൊ നമുക്കറിയാം, അല്ലെ, പഞ്ചായത്തിന്റെ ഒക്കെ ആൾക്കാർ എന്താണ് നമ്മുടെ വീടുകളിലൊക്കെ വേസ്റ്റ് എടുക്കാൻ വരാറുണ്ട്, അല്ലെ. വേസ്റ്റ് മീൻസ് നമ്മുടെ പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി മുമ്പൊക്കെ ആൾക്കാർ ചിലപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ തീയിലൊക്കെ ഇട്ടിട്ട് കത്തിക്കൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണ്, ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്, അല്ലെ, എല്ലാ മാസവും പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേപ്പർ വേസ്റ്റും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ വീടിന്റെ അവിടെ ഇവിടെ ഇടാതെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേസിൽ തന്നെ, നമുക്ക് വീട്ടിലാണെങ്കിലും അങ്ങനെ ചെയ്യാം, പുറത്ത് എവിടെയെങ്കിലും ഡംപിംഗ് ഏരിയ ഉണ്ടെങ്കിൽ ചില സ്ഥലത്ത് വേസ്റ്റ് ഇടാൻ മാത്രമായിട്ട് ഒരു പ്ലേസ് ഉണ്ടാവും, അല്ലെ. പിന്നെ ആൾക്കാർ വന്നിട്ട് അത് അവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഇടാനുള്ള പ്ലേസിൽ മാത്രം എന്ത് ചെയ്യാം, വേസ്റ്റ് ഇടുക എന്നുള്ളതാണ്. Then next point, dustbin should be covered so that flies do not lay eggs in the rubbish. They should be cleared every day. എന്താണ്, dustbin should be covered. എപ്പോഴും വേസ്റ്റ് പാത്രം നമ്മൾ അടച്ചു വെക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ പല വേസ്റ്റുകളും അതിലിടും, അല്ലെ. എന്നിട്ട് നമ്മളത് തുറന്നു വെച്ച് പോയി കഴിയുമ്പോൾ അതിനകത്ത് ഫ്ലൈസ്, ഈച്ചകൾ വന്നിട്ട് എന്ത് ചെയ്യാം, പെരുകാറുണ്ട്, അല്ലെ. ഈച്ചകളൊക്കെ വന്ന് മുട്ടയിടും. ദെൻ അത് ബ്രീഡ് ചെയ്തിട്ട് ഒരുപാട് ഫ്ലൈസ് ആയിട്ട് മാറും, അല്ലെ. അപ്പൊ ഈ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് ബോക്സിൽ എന്താണ്, ഈ ഫ്ലൈസ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യില്ല, മുട്ടയിട്ടിട്ട് ബ്രീഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് വേസ്റ്റ് ബോക്സ് എപ്പോഴും അടച്ചു വെക്കണം എന്ന് പറയുന്നത്. ആൻഡ് ദേ ഷുഡ് ബി ക്ലിയർഡ് എവറി ഡേ. എല്ലാ ദിവസവും എന്ത് ചെയ്യാം, വേസ്റ്റ് ബാസ്കറ്റ് നമ്മൾ നീറ്റ് ആക്കി വെക്കുക. അതിൻ്റെ അകത്തുള്ള വേസ്റ്റുകൾ എടുത്ത് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറെ വേസ്റ്റുകളായി ആ വേസ്റ്റ് വന്ന് നിറയാൻ വെയിറ്റ് ചെയ്യാതെ കുറച്ച് വേസ്റ്റ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം, നമ്മളത് എവിടെയെങ്കിലും ഡംപ് ചെയ്ത് നല്ല നീറ്റാക്കി. നിദ ഫാത്തിമ, ക്യാമറ ഒന്ന് നേരെയാക്കി മോളെ. ക്യാമറ തലകുത്തി നിൽക്കുകയാണ് മോളെ. ദെൻ നിദ ഫാത്തിമയുടെ തല തിരിഞ്ഞിട്ടാണ് കാണുന്നത്. ഓക്കെ, ഫൈൻ. എന്താണ്, നമ്മളപ്പോ എന്ത് ചെയ്യണം, ഡസ്റ്റ്ബിൻ ഒക്കെ നമ്മളെപ്പോഴും തുറന്നു വെക്കരുത്. അതിൻ്റെ അകത്ത് ഫ്ലൈസ് ഒക്കെ വന്ന് മുട്ടകളിടും. ലേ എഗ് എന്താണ്, ലേ എഗ്സ്, മുട്ടയിടും എന്നുള്ളതാണ്. അപ്പൊ
അപ്പോൾ അത് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, മുട്ടയിടാൻ വേണ്ടി നമ്മൾ സമ്മതിക്കാൻ വേണ്ടി പാടില്ല. അത് നമ്മൾ നന്നായി അടച്ച് വൃത്തിയാക്കി വെക്കണം. ഗൈസ്, റോഡിലെ കൂടെ ആരാ പോകുന്ന മോനെ? ആരെങ്കിലും പോകുന്നുണ്ടോ? എന്നാ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ഗൈസ്. Then the house should be whitewashed regularly. നമ്മുടെ വീടുകൾ എപ്പോഴും വൈറ്റ് വാഷ് ചെയ്ത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. റെഗുലർലി എന്ന് വെച്ചാൽ എന്താണ്? മുടങ്ങാതെ എപ്പോഴും ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. ഒരുപാട് അഴുക്കുകളൊക്കെ ആവുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? എപ്പോഴും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലെ. പക്ഷെ എന്താണ്, ഒരുപാട് ഡേർട്ടി ആവുമ്പോൾ വൈറ്റ് വാഷ് ചെയ്ത് നീറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് മോളെ നിഹാര, എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, ക്ലിയർ ഇല്ല. ക്ലിയർ ഇല്ലേ? എല്ലാവർക്കും ഉണ്ടോ? ക്ലിയർ ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ക്ലിയർ ഉണ്ട്, എല്ലാവർക്കും ക്ലിയർ ഉണ്ട്. നിഹാര, മോളുടെ എന്തോ റേഞ്ച് പ്രോബ്ലം ആണ് കേട്ടോ മോളെ. ഓക്കെ, എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോബ്ലം ആവുള്ളൂ മോളെ. അവിടെ എന്താണ്, മോൾക്ക് എന്തോ റേഞ്ചിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എന്താണ്, ക്ലിയർ ആയോ അത്? ഗുഡ് ഹൗസ് ആൻഡ് ക്ലീൻ ഹൗസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? ഗുഡ് ഹൗസും ക്ലീൻ ഹൗസും നന്നായി പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി. ക്വസ്റ്റ്യൻ ചോദിക്കും. ദെൻ അത് കൂടാതെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിക്കവാറും ഇന്നോ നാളെയോ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സും തരാം. അതും പഠിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ വേണ്ടി. ഓക്കെ, ഗുഡ് ഹൗസ് ആൻഡ് ക്ലീൻ ഹൗസ്. എന്താണ് മോളെ ബെനീറ്റ? മിസ് ക്വസ്റ്റ്യൻ ആൻസർ ഇട്ട് തരുമ്പോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എല്ലാം ഇട്ട് തരുമോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമുക്ക് ചെയ്യാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യാമല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം മിസ് ഇട്ട് തരാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ എന്താണ്, ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലേ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ക്ലാസ്സിൽ തന്നെ തന്നിട്ട് നമ്മൾ ടൈം അത്രയും പോകണ്ടല്ലോ എന്ന് കരുതിയാണ്. നിങ്ങൾക്കും സൗകര്യം അതായിരിക്കും അല്ലേ. വാട്സപ്പിൽ തരുന്നതല്ലേ നിങ്ങൾക്കും നല്ലത്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പോലെ നോക്കിയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ എഴുതാം. പക്ഷെ മിസ് ക്ലാസ്സിൽ പറയുമ്പോൾ എന്താണ്, നമുക്ക് കിട്ടുന്ന ടൈം മുഴുവൻ, നമ്മുടെ ഒരു ക്ലാസ് മുഴുവൻ അങ്ങനെ തന്നെ പോകും. മിസ് പറയുന്ന പോലെ പെട്ടെന്ന് ചിലപ്പോൾ എഴുതിയെടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഒരാൾ ചിലപ്പോൾ നല്ല സ്പീഡിൽ എഴുതും, അടുത്ത ആൾക്ക് ചിലപ്പോൾ കുറച്ച് സ്പീഡ് കുറവായിരിക്കും. അപ്പൊ എല്ലാവരെയും വെയിറ്റ് ചെയ്ത് എഴുതി വരുമ്പോഴേക്കും ഒരു ക്ലാസ് ഉണ്ടായാൽ മതിയാവില്ല ചിലപ്പോൾ എഴുതി തീർക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് വാട്സപ്പിൽ തരുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യാം. കഴിഞ്ഞ പോർഷന്റെ ഫൺ ടു ലേൺ ഞാൻ പറഞ്ഞിരുന്നല്ലോ. റൈറ്റ് ടു സേഫ്റ്റി റൂൾസ് ദാറ്റ് യു ഫോളോ. എഴുതിയിരുന്നോ നോട്ട്ബുക്കിലേക്ക്? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുമ്പോൾ അതുകൂടി നോട്ട്ബുക്കിൽ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതണം, നോട്ട്ബുക്ക് ചെക്ക് ചെയ്യും ഒരു ദിവസം. അപ്പൊ എന്ത് ചെയ്യാ, അതൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ദെൻ സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ 1 വീക്ക് കഴിഞ്ഞിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറയുമെന്ന് പറഞ്ഞിരുന്നു. ദെൻ അതും ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ദെൻ എന്താണ്, നമ്മുടെ ഇന്നത്തെ ടൈം ഏകദേശം എന്താ കഴിയാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമുക്ക് എന്താ പെട്ടെന്ന് ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യാം, എന്താണ് മെയിൻ തിങ്സ് ടു മേക്ക് എ ഗുഡ് ഹൗസ് ആൻഡ് മേക്ക് എ ക്ലീൻ ഹൗസ് എന്നുള്ളത് നന്നായി പഠിച്ചിട്ട് വരിക. അത്രേ ഈ പോർഷനിലുള്ളൂ. സിമ്പിൾ പോർഷൻ, ചെറിയ പോർഷൻ ആണ്. കാരണം ഒരു ഗുഡ് ഹൗസ് എന്താണ്, ഒരു ക്ലീൻ ഹൗസ് എന്താണ്, അതിന്റെ പോയിന്റ് വൈസ് പഠിക്കുക മാത്രമേ വേണ്ടൂ. വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ആദ്യത്തെ പോർഷൻ പോലെ. ആദ്യത്തെ പോർഷൻ ഒക്കെ എന്താണ്, കുറച്ച് ടഫ് ആയിരുന്നു അല്ലെ. മാൻ ദ ലിവിങ് മെഷീൻ ഒക്കെ കുറച്ച് ടഫ് ആയിരുന്നു. അതിന്റെ ഒക്കെ ടച്ച് വിടാൻ വേണ്ടി പാടില്ല. ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് അതിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പെട്ടെന്നൊന്ന് നോക്കാം. നമുക്ക് ടൈം ഏകദേശം കഴിയാൻ വേണ്ടി പോവുകയാണ്. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. Our house protect us from rain. Then അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. ഇതിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഹോം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം. റെയിൻ, സ്റ്റോം, സ്നോ, വിൻഡ്, അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഹീറ്റ് ആൻഡ് കോൾഡ്. നമ്മുടെ പോർഷൻ തുടങ്ങുന്ന അവിടെ ആദ്യമുണ്ട് അവർ ഹൗസ്. നോക്ക്, ഹോം ഈസ് ദ ബെസ്റ്റ് എന്നുള്ള അവിടെ ഉണ്ട്. അവർ ഹൗസ് പ്രൊട്ടക്ട് us from rain, storm, snow, heat and cold എന്ന് കണ്ടില്ലേ, കോൾഡ്. അപ്പൊ അവിടെ എഴുതാം അവർ ഹൗസ് പ്രൊട്ടക്ട് us from rain, storm, snow, heat and cold.
Then എന്ത് ചെയ്യാം? ഈ fill in the blanks മുഴുവൻ എവിടെയുള്ളതാണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അതിനു മുമ്പ് ചാപ്റ്റർ എന്ത് ചെയ്യുക? നന്നായിട്ട് ഒരു 3-4 തവണ പോർഷൻ നന്നായി വായിക്കുക. അങ്ങനെയാണെങ്കിൽ fill in the blanks എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പോർഷനിലുള്ള അതേ പോയിന്റ് തന്നെയാണ് ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് നമ്മളിപ്പോ കണ്ടില്ലേ? Our house protect us from rain. അത്രയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? Storm, snow, heat and cold. അത് നമ്മുടെ പോർഷനിലുള്ള അതേ സെന്റൻസ് ആണ് അല്ലേ? അപ്പൊ പോർഷൻ വായിച്ചു നോക്കിയാൽ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വേണമെങ്കിൽ മിസ് പറഞ്ഞു തരാം. പറ്റില്ലേ സന? കഴിയില്ലേ സന? ചെയ്യില്ലേ അങ്ങനെ? ഓക്കെ. ദെൻ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് തെറ്റിപ്പോവാണെങ്കിൽ ചെയ്തിട്ട് മിസ്സിന് എന്ത് ചെയ്യാം? സെൻഡ് ചെയ്ത് തരാം. ദെൻ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. സൺലൈറ്റ് മസ്റ്റ് കം ഇൻ ടു ദ റൂംസ് ടു കീപ് ദ ജേം ഫ്രീ. എന്ത് ചെയ്യാം? സൂര്യപ്രകാശത്തിന്റെ കാര്യം. സൺലൈറ്റ് കിൽസ് ജേംസ് നമ്മൾ ആദ്യം പറഞ്ഞു. സൺലൈറ്റ് ആണത്. അവിടെ ഫില്ല് ചെയ്യേണ്ടത് സൺലൈറ്റ് ആണ്. നമുക്കറിയാം അല്ലെ? മസ്റ്റ് കം ഇൻ ടു ദ റൂംസ് ടു കീപ് ദ ജേം ഫ്രീ. അണുക്കളെ കൊല്ലാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? സൺലൈറ്റ്. രണ്ടാമത്തെ പോയിന്റ് സൺലൈറ്റ് ആണ്. ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യുക. എ ഗുഡ് ഡാഷ് സിസ്റ്റം ക്യാരീസ് ഡേർട്ടി വാട്ടർ അവേ ഫ്രം ദ ഹൗസ്. നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് അതൊക്കെ. സിമ്പിൾ ആണ്. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് ചെയ്തിട്ട് വരിക. ചെയ്യാതെ ഒരാളും വരണ്ട. നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കരുത്. നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നാല് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ്? See you in the next class. നന്നായിട്ട് അത് രണ്ടും വായിച്ചിട്ട് വരിക. Then ഓക്കെ. എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ബൈ ബൈ. നന്നായിട്ട് ഗുഡ് ഹൗസ് ആൻഡ് ക്ലീൻ ഹൗസ് എന്നുള്ളത് വായിച്ചിട്ട് വരിക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് തരാം. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. നന്നായി വായിച്ചിട്ട് വരിക. എല്ലാവരും വരാൻ വേണ്ടി. ഓക്കെ. Yes. Bye. ബൈ.